എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കടകം 3. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വാൽമീകിയെക്കുറിച്ച് പറഞ്ഞു, ദശരഥനെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വസിഷ്ഠനെക്കുറിച്ചാണ്. വസിഷ്ഠൻ നമുക്കറിയാം, അയോധ്യയിലെ കുലഗുരുവാണ്, രാജഗുരുവാണ് വസിഷ്ഠൻ. ആ രാജ്യത്ത് ഏതൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോഴും രാജാവിന് വേണ്ട ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകി, യഥാസമയം മാർഗനിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിച്ച ആളാണ് രാജഗുരുവായ വസിഷ്ഠൻ. ദശരഥന് മക്കളില്ലാതിരുന്ന സമയത്ത് പുത്രകാമേഷ്ടി യാഗം നടത്തണം എന്ന് ഉപദേശിച്ചത് വസിഷ്ഠനാണ്. അതുപോലെ പുത്രന്മാരുണ്ടായി കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായി കുമാരന്മാരെ ക്ഷണിക്കാൻ വരുമ്പോൾ ദശരഥൻ ഒരു പിതാവെന്ന നിലയിൽ വളരെ ആശങ്കാകുലനാണ്. ആ സമയത്ത് ദശരഥനെ ഉപദേശിച്ച് സാരമില്ല, കുമാരന്മാരെ വിടാം എന്ന് ഉപദേശം നൽകുന്നതും വസിഷ്ഠനാണ്. അതുപോലെ തന്നെ ഭരതനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് രാമന്റെ പാതുകങ്ങൾ വച്ച് അതിനെ രാജാവായി കണ്ട് രാജ്യം ഭരിക്കണമെന്ന് ഉപദേശിക്കുന്നത് വസിഷ്ഠനാണ്. അങ്ങനെ രാമായണത്തിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോഴും വസിഷ്ഠന് രാമായണത്തിൽ വളരെയധികം പങ്കുള്ളതായി നമുക്ക് കാണാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാജഗുരുവായ വസിഷ്ഠനെ കുറിച്ചാണ്. ഭാരതത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് ധാരാളം വലിയൊരു ഗുരു പരമ്പര തന്നെ ഭാരതത്തിനുണ്ട്. ഗുരുക്കന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. രാജാക്കന്മാർക്ക് മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരനും ഗുരുവുണ്ട്. ഏത് തൊഴിൽ ചെയ്യുന്ന ആളിനും ഗുരുവുണ്ട്. ആ ഗുരുക്കന്മാരോട് വലിയ ഭക്തിയുണ്ട്. അങ്ങനെ ഒരു വലിയ സംസ്കാരം ഭാരതത്തിനുണ്ടായിരുന്നു. അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവൻ, ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഗുരു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ അജ്ഞാനമെന്നും ഇരുട്ട് എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള നമ്മളുടെ അറിവില്ലായ്മയല്ല. ഭാരതത്തെ സംബന്ധിച്ച് അത് ജീവിതത്തെ നിരന്തരമായി നവീകരിക്കുകയും ആ നവീകരിക്കപ്പെടുന്ന ജീവിതം ഏറ്റവും ഉയരത്തിലെത്തി നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടി അങ്ങനെ ആയിത്തീരുന്ന ഒരവസ്ഥ എല്ലാ മനുഷ്യനുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റെ പൊതുവായ സംസ്കാരം. അതിനകത്ത് ഭൗതിക ജീവിതത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ഈ പറയപ്പെടുന്ന മഹാസങ്കല്പം വല്ലാതെ ഡയല്യൂട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ മലിനമായി പോവുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മളുടെ ഇതിഹാസ കൃതികൾ രാമായണവും മഹാഭാരതവും രണ്ടും ഈ തരം ഗുരു സാന്നിധ്യം കൊണ്ട് വളരെ സവിശേഷമാണ്. ഓരോ ജീവിതത്തിൻ്റെയും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഗുരു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ വസിഷ്ഠൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വശി എന്നാണ്. വസിഷ്ഠൻ എന്ന് നമ്മൾ പറയുന്നെങ്കിലും വശി എന്നാണ് അതിൻ്റെ ആദ്യത്തെ വാക്ക്. സപ്തർഷികളിൽ ഒരാളാണല്ലോ. സപ്തർഷികളിൽ ഒരാളാണ്. വശി എന്ന് പറഞ്ഞാൽ വശത്താക്കുന്നവൻ എന്നാണ്. എന്തിനെ വശത്താക്കുന്നവൻ? ഇന്ദ്രിയങ്ങളെ വശത്താക്കുന്നവൻ എന്നാണ്. ആ ഇന്ദ്രിയങ്ങളെ വശത്താക്കിയിട്ടുള്ള തരത്തിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ള ആളാണ് വസിഷ്ഠൻ. അപ്പോൾ അങ്ങനൊരു മഹാസന്യാസിയാണ് അദ്ദേഹം. നമ്മൾ വേദകാലം മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ട് കാണുന്നുണ്ട്. ആ വസിഷ്ഠൻ തന്നെയാണോ വാൽമീകി രാമായണത്തിലുള്ള വസിഷ്ഠൻ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയാനേ നമുക്ക് നിർവാഹമുള്ളൂ. കാരണം ജ്ഞാനാന്വേഷണത്തിൻ്റെയും അതിൻ്റെ പ്രയോഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാലം വസിഷ്ഠൻ പലതരത്തിൽ രാമായണത്തിന് പുറത്തും പരാമർശിക്കപ്പെടുന്നുണ്ട്. രാമായണത്തിലെ വസിഷ്ഠന് നമ്മൾ കാണുന്നത് സൂര്യവംശത്തിൻ്റെ ഗുരുവായിട്ടാണ്. ഒരുപക്ഷെ ദശരഥന് മുമ്പ് തന്നെ ഉള്ള ആളുകളുടെ ഗുരുവായി തന്നെ അദ്ദേഹമുണ്ട് തോന്നുന്നു. ഈ ദിലീപൻ എന്ന് പറയുന്ന രാജാവ് സന്തതികളില്ലാതായപ്പോൾ വസിഷ്ഠനെയാണ് സമീപിച്ചത്, വസിഷ്ഠാശ്രമത്തിലാണ് ചെന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ സൂര്യവംശത്തിൻ്റെ ഗുരു എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. രാമായണത്തിൽ നോക്കുമ്പോൾ വസിഷ്ഠൻ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ അതിലൊന്ന് പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ സന്ദർഭമാണ്. ആ യാഗത്തിൻ്റെ മുഴുവൻ ചുമതലയും അദ്ദേഹമാണ് നിർവഹിച്ചത്. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുക, അതിന് നേതൃത്വം നൽകുക, അതെല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്. പക്ഷേ വസിഷ്ഠൻ്റെ ഒരു പൂർവ്വചരിത്രം വാൽമീകി രാമായണത്തിൽ പറയുന്നില്ല. എങ്ങനെയാണ് വസിഷ്ഠൻ്റെ ജനനം, ആരാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മാതാവ് എന്നൊന്നും രാമായണത്തിൽ പറയുന്നില്ല. അതേസമയം വിശ്വാമിത്രൻ്റെ പൂർവ്വചരിത്രം വളരെ വിശദമായി രാമായണം പറയുന്നുണ്ട് താൻ. ഇവർ തമ്മിലുള്ള രാജന്മ വൈരത്തിൻ്റെ കഥ പുരാണ പ്രസിദ്ധമാണ്. ഒരാൾ ക്ഷത്രിയനും ഒരാൾ ബ്രാഹ്മണനുമായിരുന്നു. ക്ഷത്രിയനായിരുന്നയാൾ അയാൾക്ക് ഈ ബ്രാഹ്മണ സന്യാസിയോട് തോറ്റുപോയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആർജിക്കാൻ ആഗ്രഹിച്ച ഒരാൾ തൻ്റെ രാജപദവി ഉപേക്ഷിച്ചിട്ട്
ഈ ഋഷിത്വം നേടിയെടുത്തിട്ട് അതിന് തുല്യമായ ശക്തി നേടിയെടുക്കണമെന്ന് പരിശ്രമിച്ചതിൻ്റെയാണ് വിശ്വാമിത്രൻ്റെ കഥ. പക്ഷെ വിശ്വാമിത്രൻ അത് നേടിയെടുക്കുമ്പോൾ വസിഷ്ഠന് തുല്യമായിട്ടുള്ള പദവിയിലേക്ക് വിശ്വാമിത്രൻ എത്തുന്നുണ്ട്. അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഋഷിയായി മാറുന്നു. അതും രാമായണത്തിൻ്റെ ആ ശത്രുതയൊന്നും രാമായണത്തിൽ അങ്ങനെ വളരെ വ്യക്തമായി പറയുന്നില്ല. നമ്മൾ ഈ രാമായണത്തിൽ ഇവരെ തമ്മിൽ ഈ യാഗരക്ഷയുടെ സമയത്ത് കാണുമ്പോൾ ഇവർ തമ്മിൽ നല്ല സൗഹൃദമാണ് കേട്ടോ. പരസ്പരം ശത്രുത ഉള്ളതുപോലെ തന്നെ വസിഷ്ഠന് വിശ്വാമിത്രനോട് ഒരു വാത്സല്യവും പല സ്ഥലത്തും കണ്ടില്ലേ? രാമായണത്തിലൊരു തുല്യ നിലയിലാണ് അവർ തമ്മിൽ കാണുന്നത്. വസിഷ്ഠനെ വിശ്വാമിത്രൻ പ്രശംസിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കാണുമ്പോൾ അവർ വളരെ അഭിജാതമായിട്ട് അവർ പരസ്പരം രണ്ടുപേരും തുല്യശക്തികൾ എന്ന നിലയിൽ ബഹുമാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വസിഷ്ഠനെ വിശ്വാമിത്രൻ്റെ വിശിഷ്ട പദങ്ങൾ ഉപയോഗിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. തിരിച്ചും അതെ, വിശ്വാമിത്രനെ കുറിച്ച് കൂടുതൽ വസിഷ്ഠൻ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ വസിഷ്ഠൻ ഈ രാജാവിനോട് വിശ്വാമിത്രൻ എന്നാൽ അങ്ങേക്ക് ഭയക്കേണ്ടതില്ല, ദേവന്മാർക്ക് തുല്യനാണ്, അദ്ദേഹം ഈ കുട്ടികളെ സംരക്ഷിച്ചു കൊള്ളും എന്നെല്ലാം പറയുന്ന വിധത്തിൽ വളരെ വിപുലമായി അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ദശരഥന്റെ 8 മന്ത്രിമാരിൽ ഒരാളായിരുന്നു വസിഷ്ഠൻ എന്ന് രാമായണം പറയും. അതിൽ തന്നെ ഒരു വൈദിക സഭയും ഒരു ലൗകിക രാജ്യ നിയന്ത്രണ സഭയും രണ്ടുണ്ടായിരുന്നു. ഈ വൈദിക സഭയുടെ ചുമതലക്കാരനും അതിൻ്റെ നേതൃത്വം വഹിച്ച ആളുമാണ് വസിഷ്ഠൻ. അതിന് സമാന്തരമായിട്ട് രാജ്യകാര്യങ്ങൾ നോക്കുന്ന ഒരു ലൗകിക സഭയും നിലവിലുണ്ട്. അതിൻ്റെ നിയന്ത്രണം നടത്തിയിരുന്ന സുമന്ത്രൻ എന്ന് പറയുന്ന ദശരഥന്റെ തേരാളിയാണെന്നും പറയുന്നുണ്ട്, മന്ത്രിയാണെന്നും പറയുന്നുണ്ട്. അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ഈ സുമന്ത്രന് രാമായണത്തിൽ. ഈ പുത്രകാമേഷ്ടിയുടെ സമയത്ത് ദശരഥൻ വസിഷ്ഠനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെനിക്ക് പ്രിയങ്കരനായ സുഹൃത്തും ഉത്കൃഷ്ടനും മഹാനായ ഗുരുവുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു സുഹൃത്തിനെ പോലെ, ഒരു ഗുരുവായി, തൻ്റെ പ്രിയപ്പെട്ട ഉപദേഷ്ടാവായി എല്ലാം അദ്ദേഹത്തെ കാണുന്നുണ്ട്. പക്ഷേ വാൽമീകി രാമായണത്തിൽ എവിടെയും ഈ 4 കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവരുടെ ഉപനയനം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തോ വസിഷ്ഠന്റെ സാന്നിധ്യം രാമായണത്തിലില്ല. ഈ 4 കുഞ്ഞുങ്ങളും ജനിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരഘടന അനുസരിച്ച് അല്ലെങ്കിൽ അവർ ഭാവിയിൽ എന്തായി തീരുമെന്ന് കാലേക്കൂട്ടി കണ്ട് അവർക്ക് നാമകരണം ചെയ്തതും വസിഷ്ഠനാണെന്ന് പറയുന്നു. വാൽമീകി രാമായണത്തിൽ അങ്ങനെയില്ല. പകരം അത് അധ്യാത്മ രാമായണത്തിലും മറ്റു രാമായണങ്ങളിലും ഒക്കെ ആയിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷെ വാൽമീകി രാമായണത്തിൽ അങ്ങനെ ആ സന്ദർഭത്തിലൊന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് വാൽമീകി രാമായണം പറയുന്നില്ല. പിന്നീട് ഈ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്താണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ വസിഷ്ഠോഹി മഹാതേജ എന്നൊക്കെ വിശ്വാമിത്രൻ വസിഷ്ഠനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ വസിഷ്ഠനെ വളരെ പ്രധാനമായിട്ട് അധ്യാത്മ രാമായണത്തിൽ കാണുന്നത് സീതാ സ്വയംവര ഘട്ടത്തിലാണ്. സീതയുടെ സ്വയംവര ഘട്ടത്തിൽ വസിഷ്ഠനും വിശ്വാമിത്രനും ചേർന്നിട്ടാണ് ഈ സ്വയംവരത്തിന് വേണ്ട പൂജാകർമ്മങ്ങൾ, അതിൻ്റെ നേതൃത്വം എല്ലാം വഹിക്കുന്നത് അവർ രണ്ടുപേരും ചേർന്നിട്ടാണ്. വിവാഹ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ സ്വയംവരം കഴിഞ്ഞുള്ള യാത്ര വരുമ്പോൾ ദശരഥൻ വസിഷ്ഠനോട് ചോദിക്കുന്നുണ്ട്, ചില ദുശ്ശഗുണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വസിഷ്ഠൻ പറയുന്നത് അങ്ങനെ ചില ആപത്തുകൾ സംഭവിക്കാനുണ്ടായിരുന്നു, അതൊക്കെ നീങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. നീങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിയുന്ന ഉടനെയാണ് പരശുരാമൻ പ്രത്യക്ഷപ്പെട്ട് ആ വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. പിന്നീട് വസിഷ്ഠനെ നമ്മൾ കാണുന്നത് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ സന്ദർഭത്തിലാണ്. പട്ടാഭിഷേക സന്ദർഭത്തിൽ ദശരഥൻ വസിഷ്ഠനോട് പറയുന്നുണ്ട്, ശ്രീരാമനോട് എന്താണ് ഈ പട്ടാഭിഷേകം കഴിഞ്ഞാൽ വേണ്ട ആചാരവും നിഷ്ഠയും എന്ന് ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വസിഷ്ഠൻ നേരെ ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് നേരെ പോവുകയാണ് ചെയ്യുന്നത്, ഒരു രഥത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശ്രീരാമൻ ഇറങ്ങി വന്നിട്ട് വസിഷ്ഠനെ ഇറങ്ങി വന്ന് കൈ പിടിച്ച് രഥത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നതായി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ അത്രയ്ക്ക് വലിയ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ കണ്ടിരുന്നു. ശ്രീരാമനോട് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങയുടെ അച്ഛൻ എത്രമാത്രം ആനന്ദഭരിതനാണ് ഈ സന്ദർഭത്തിൽ നിന്നറിയാമോ? അതുകൊണ്ട് അങ്ങേക്ക് അഭിഷേകത്തിന്റെ സന്ദർഭം സമാഗതമായിട്ടുണ്ട്. അങ്ങ് സീതയോടൊപ്പം ഈ ദിവസം വ്രതനിഷ്ഠയിലായിരിക്കണം എന്ന് വസിഷ്ഠൻ പറയുന്നുണ്ട്. എഴുത്തച്ഛനാവുമ്പോൾ അത് ബ്രഹ്മചര്യം എന്ന് എഴുത്തച്ഛൻ വളരെ കൃത്യമായി വിശേഷിപ്പിക്കുന്നുണ്ട് അതിനെ. പക്ഷെ വസിഷ്ഠൻ അതിനെ വ്രതനിഷ്ഠയിലായിരിക്കണം രണ്ടുപേരും എന്ന് വാൽമീകി രാമായണത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. പട്ടാഭിഷേകത്തിനായിട്ട് വസിഷ്ഠൻ നടത്തുന്ന ഒരുക്കങ്ങളെ കുറിച്ച് രാമായണത്തിൽ ദീർഘം വിവരിക്കുന്നു, വളരെ ദീർഘമായി വിവരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതെ എല്ലാം വളരെ വിശദമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള, വസിഷ്ഠൻ ചെയ്തിട്ടുള്ള, അതിൻ്റെ യാഗത്തിനായി ചെയ്തിട്ടുള്ള ഈ പട്ടാഭിഷേകത്തിന് ഒരു യാഗ സംവിധാനമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ എന്താണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പട്ടാഭിഷേകത്തിനായിട്ട്
പോകുന്നത് ശിഷ്യസമേതമായിട്ടാണ് പോകുന്നത്. ഉം. ഇത് കഴിഞ്ഞ് നമ്മൾ വസിഷ്ഠനെ കാണുന്നത് വസിഷ്ഠൻ ശിഷ്യഗണങ്ങളോടുകൂടി അഭിഷേക മണ്ഡപത്തിലേക്ക് പോകുമ്പോഴാണ്. ഉം. അഭിഷേക മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ സുമന്ത്രനെതിരെ വരുന്നുണ്ട്. അപ്പോൾ സുമന്ത്രനോട് വസിഷ്ഠൻ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി മഹാരാജാവിനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന്." അപ്പോഴാണ് സുമന്ത്രൻ മഹാരാജാവിൻ്റെ സന്നിധിയിലേക്ക് കൈകേയിയുടെ കൊട്ടാരത്തിലാണുള്ളതെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. ഉം. അവിടെ ചെല്ലുമ്പോൾ മഹാരാജാവ് വളരെ ക്ഷീണിതനായി ഉം. കിടക്കുകയാണ്, വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് രാമനെ ഓർത്ത് രാജാവ് വളരെ സങ്കടത്തിലാണ്. നിങ്ങൾ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് കൈകേയി പറയുന്നത് ആ സന്ദർഭത്തിലാണ്. ഉം. പിന്നീട് കുറേ നേരത്തേക്ക് നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും എവിടെയും വസിഷ്ഠനെ രാമായണത്തിൽ കാണുന്നില്ല. പിന്നീട് വസിഷ്ഠനെ നമ്മൾ കാണുന്നത് വളരെ നാടകീയമായ, വളരെ സംഘർഷഭരിതമായ മറ്റൊരു അന്തരീക്ഷത്തിലാണ്. കൈകേയിയെ ധാരാളം ശകാരിക്കുന്ന ഒരു അപ്പൊ രാമാഭിഷേക വിഘ്നം ഉണ്ടായിട്ട് വനത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ വസിഷ്ഠൻ വരുന്നുണ്ട്. അവിടെ സുമന്ത്രർ ചക്രവർത്തിയുടെ മുന്നിൽ വെച്ച് തന്നെ കൈകേയിയെ അധിക്ഷേപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതുവരെ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന വസിഷ്ഠൻ ജനങ്ങളെ മാറ്റി മുമ്പോട്ട് ചെന്നിട്ടാണ് സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ കൈകേയിയെ വളരെ ഗുരുതരമായി ആക്ഷേപിക്കുന്നുണ്ട് ആ സമയത്ത്. പ്രത്യേകിച്ച് രാമൻ വൽക്കലമെടുത്ത് തന്നെ പോകണമെന്ന് പറയുന്ന അത് അതിന്റെ പിന്നാലെയാണ് വരുന്നത്. അപ്പോൾ അതിപ്രവർത്തെ ദുർമേധേ കൈകേയി കുലപാംസിനി എന്നാണ് വിളിക്കുന്നത്. നീ കുലം മുടിച്ചവളാണ്, നീ ദുർമേധയാണ്, നിനക്ക് ചീത്ത ബുദ്ധിയുള്ളവളാണ്, അതിപ്രവർത്തയാണ്, നീ അതിര് കടന്ന് പ്രവർത്തിക്കുന്നവളാണ് എന്നെല്ലാമുള്ള ആക്ഷേപങ്ങൾ. എന്നിട്ട് പറയുന്നുണ്ട്, സീത പോയാൽ ഞങ്ങൾ എല്ലാവരും സീതയുടെ കൂടെ പോകും. രാമൻ പോകുമ്പോൾ സീതയും പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ സീത പോയാൽ ഞങ്ങൾ എല്ലാവരും പോകും, ചിലപ്പോൾ നിന്റെ മകൻ ഭരതനും കൂടി ഞങ്ങളുടെ കൂടെ വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ അയോധ്യയിൽ തനിച്ച് നീ മാത്രമേ ഉണ്ടാവൂ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വാൽമീകി രാമായണത്തിലെ വളരെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന വേറൊരു കാര്യം തൊട്ട് പിന്നാലെ വരുന്നത്, സീതയ്ക്ക് മരവുരി ഉടുക്കാൻ അറിയില്ല. അപ്പോൾ സീത മരവുരി ഉടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ വസിഷ്ഠൻ കൈകേയിയോട് പറയുന്നുണ്ട്, എന്തിനാണ് ഈ സീതയെ മരവുരി ഉടുക്കാൻ നീ നിർബന്ധിക്കുന്നത്? സീത രാമനല്ലേ വനവാസത്തിന് പോകുന്നത്, സീത അവളുടെ സ്വന്തം വസ്ത്രത്തിൽ പോകട്ടെ എന്ന് വസിഷ്ഠൻ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും നിശബ്ദരാകുന്നുണ്ട്. കൈകേയി പോലും പിന്നെ അത് നിർബന്ധിക്കുന്നില്ല. പക്ഷെ സീതയാണ് അപ്പോൾ പറയുന്നത്, അത് പറ്റില്ല, ഞാൻ മരവുരി ഉടുത്തു തന്നെ വനത്തിലേക്ക് പോകും എന്ന് സീതയാണ് പറയുന്നത്. അതെ, ആ തരത്തിലൊരു തീരുമാനം എടുക്കുന്നത് സീതയാണ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീരാമൻ വനവാസത്തിന് പോയി കഴിയുന്നു. ദശരഥൻ നിര്യാതനാവുന്നു. ദശരഥൻ നിര്യാതനാവുമ്പോൾ അദ്ദേഹത്തെ ഒരു എണ്ണത്തോണിയിലാണ് കിടക്കുന്നത്. ആ എണ്ണത്തോണിയിൽ കിടത്തിയ ശേഷം വസിഷ്ഠനാണ് പറയുന്നത്, പോയി ഭരതനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ കേകയത്തേക്ക് ആളുകൾ പോകുന്നത്. പിന്നെ നമ്മൾ വസിഷ്ഠനെ കാണുന്നത് ഭരതനെ രാജ്യഭാരം ഏൽക്കാൻ വേണ്ടി അദ്ദേഹം നിർബന്ധിക്കുന്ന സ്ഥലത്താണ്. പക്ഷെ ഭരതൻ അതിന് തയ്യാറാവുന്നില്ല. പിന്നെ നമ്മൾ തൊട്ടു പിന്നാലെ വസിഷ്ഠൻ പ്രത്യക്ഷമാവുന്ന ഒരു കഥാസന്ദർഭം, ഭരതൻ ഉൾപ്പെടെ എല്ലാവരും കൂടി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോൾ ആ സ്ഥലത്ത് വസിഷ്ഠൻ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ വസിഷ്ഠൻ വനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ മഹർഷിയായിട്ടുള്ള ഭരദ്വാജൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് വസിഷ്ഠനെ ആനയിച്ച് അർഘ്യപൂജ നടത്തിയതിന് ശേഷമാണ് ബാക്കി എല്ലാവർക്കും. രാമായണത്തിൽ വളരെ വിശദമായി അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഭരദ്വാജ മുനി ഈ ചെന്നവർക്കെല്ലാം വിഭവസമർത്ഥമായ സദ്യ കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സദ്യയുടെ വളരെ വിശദാംശങ്ങളെല്ലാം രാമായണത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വാൽമീകി അത്രയും വിശദമായി വർണ്ണിച്ചത് എന്നൊന്നും ചോദിച്ചാൽ നമ്മളുടെ കയ്യിൽ കൃത്യമായ ഒരു ഉത്തരമില്ല. പക്ഷെ ഔചിത്യവേദിയായിട്ടുള്ള അങ്ങനെ ഒരു കവി വെറുതെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കാൻ മാത്രമേ നമുക്ക് അവിടെ പറയാൻ കഴിയുന്നുള്ളൂ. ജാബാലി എന്ന് പറയുന്ന ഒരു സന്യാസി കൂടെ പോകുന്നുണ്ട്, മന്ത്രിസഭയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര യുക്തിവാദം നടത്തുന്നുണ്ട് ശ്രീരാമനോട്. ഈ യുക്തിവാദം നടത്തി അത് ഈശ്വര നിഷേധം കൂടിയാണ്. ആ യുക്തിവാദം നടത്തി അതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ ശ്രീരാമൻ അസഹ്യനാവുന്നുണ്ട് അത്. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ വസിഷ്ഠൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വസിഷ്ഠൻ പറയുന്നുണ്ട്, ഈ ജാബാലി പറയുന്നത് അങ്ങനെ കാര്യമാക്കണ്ട, അത് അദ്ദേഹത്തിന് അങ്ങ് എത്രയും പെട്ടെന്ന് തിരിച്ചു നാട്ടിലേക്ക് വരണം എന്നുള്ള നിർബന്ധം കൊണ്ട് ആണ് അദ്ദേഹം അങ്ങനെയൊക്കെ കുറച്ച് അതിര് വിട്ട് സംസാരിക്കുന്നത് എന്ന് വസിഷ്ഠൻ പറയുന്നുണ്ട്. പക്ഷേ ശ്രീരാമൻ അതിന് വഴങ്ങുന്നില്ല, അവർ തിരികെ പോരുന്നു. പിന്നീടുള്ള കഥാഭാഗങ്ങളിലൊന്നും വസിഷ്ഠനെ കാണാനില്ല. പിന്നീട് നമ്മൾ വസിഷ്ഠനെ കാണുന്നത് രാവണവധാനന്തരം അദ്ദേഹം പട്ടാഭിഷേകം നടത്തുമ്പോൾ വസിഷ്ഠനാൽ അദ്ദേഹം അഭിഷിക്തനായി എന്ന് പറയുന്ന ഒരു വാക്യത്തിലാണ് പിന്നെ കാണുന്നത്. അല്ലാതെ വേറെ കർമ്മങ്ങളൊന്നും അദ്ദേഹം രാമായണത്തിൽ നിർവഹിക്കുന്നില്ല വേറെ. പക്ഷെ രാമായണത്തിന് പുറത്ത് വസിഷ്ഠൻ
ജ്ഞാനവാസിഷ്ടം എന്ന മഹാഗ്രന്ഥത്തിന്റെ കർത്താവായിട്ടും അത് ശ്രീരാമനെ ഉപദേശിക്കുന്നതല്ലേ അത്? എന്ന് പിന്നീട് പിൽക്കാലത്ത് പറയുന്നുണ്ട്. പക്ഷെ രാമായണത്തിൽ അങ്ങനെയില്ല. അല്ല. പക്ഷെ ജ്ഞാനവാസിഷ്ടം ശ്രീരാമനുമായിട്ട് നടത്തുന്ന സംവാദമായിട്ടാണ്, ഗുരുശിഷ്യ സംവാദമായിട്ടാണ് ഉം. ജ്ഞാനവാസിഷ്ടം എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് രാമായണത്തിന്റെ ഭാഗമല്ല. ഉം. രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതിനുശേഷം അദ്ദേഹം അങ്ങനെ എഴുതിയതായിരിക്കാം. നമുക്കതെന്താണ് അതിൻ്റെ രചനാകാലം, എന്തുകൊണ്ടാണ് അത്. പക്ഷേ ഇന്ത്യയിലെ ഭാരതീയ ജ്ഞാനത്തിൻ്റെ ഏറ്റവും സമുന്നതമായ ഒരവസ്ഥയാണ് ജ്ഞാനവാസിഷ്ടം എന്ന കൃതി. അത് പൂർണ്ണമായി ലഭ്യമായില്ല എന്നും ലഭ്യമാണെന്നും പറയുന്ന തരത്തിൽ വാദഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നി അരുന്ധതി വളരെ ഗംഭീരമായിട്ട് ഒരു സ്ത്രീയാണ്. അരുന്ധതി സീതയെ കാണുന്നതിനെ കുറിച്ച് വൈലോപ്പിള്ളിയുടെ ഒരു ഉജ്ജ്വല മുഹൂർത്തം എന്ന് പറയുന്ന കവിതയുണ്ട്. വളരെ സന്യാസിനിയായിട്ടുള്ള അരുന്ധതി സീതയോട്, നീ സർവാഭരണ വിഭൂഷിതയായിട്ടൊന്ന് എൻ്റെ മുന്നിൽ വരൂ, ഞാൻ കാണട്ടെ എന്ന് പറയുമ്പോൾ അരുന്ധതിയിലെ ആ മാതൃത്വം അങ്ങനെ ഉണരുന്നതിനെ കുറിച്ച് മലയാളത്തിലെ ഒരു ക്ലാസിക് എന്ന് പറയാവുന്ന അതിമനോഹരമായ ഒരു കവിത ഉജ്ജ്വല മുഹൂർത്തം എന്ന പേരിലുണ്ട് വൈലോപ്പിള്ളിയുടേതായിട്ട്. അപ്പോൾ രാമായണത്തെ നമ്മൾ ആകെ പരിശോധിക്കുമ്പോൾ അതിലെ ഒരു ഗുരുസ്ഥാനീയൻ എന്ന നിലയിൽ, സപ്തർഷികളിൽ ഒരാൾ എന്നുള്ള നിലയിൽ വസിഷ്ഠനെ കുറിച്ച് പറയുന്നതൊന്ന് ഉപസംഹരിച്ചാൽ, ഇങ്ങനെ ഒരു മഹാനായ ഋഷിയുടെ സാന്നിധ്യം വാൽമീകി രാമായണത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ ഉപദേഷ്ടാവ് എന്ന നിലയ്ക്ക് രാജഗുരുവിന് വളരെയധികം സ്ഥാനമാണുള്ളത്. അതിപ്പോൾ ഒരു മന്ത്രിയുടെ ഉപദേശകനാണെങ്കിലും അതെ, രാജാവിൻ്റെ ഉപദേശകനാണെങ്കിലും ആ ഉപദേഷ്ടാക്കളുടെ മാർഗനിർദ്ദേശത്തിനനുസരിച്ചാണ് അവരുടെ ചെയ്യുകൾ വരുന്നത്, അല്ലെ? ഒരു രാജാവിൻ്റെ ആണെങ്കിലും മന്ത്രിയുടെ ആണെങ്കിലും. അങ്ങനെ നോക്കുമ്പോൾ രാജഗുരു എന്ന സ്ഥാനത്ത്, നമ്മളിപ്പോൾ രാമായണത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അയോധ്യയിലെ രാജഗുരു എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് വസിഷ്ഠൻ തൻ്റെ കർത്തവ്യം പൂർണ്ണമായും നിർവഹിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്ത അധ്യായത്തിൽ അടുത്തൊരു കഥാപാത്രവുമായി വീണ്ടും എത്താം. നമസ്കാരം.